നമസ്തേ രാധേശ്യ സർവപ്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലെ അതിവിശേഷണമേറുന്ന ഒരു കഥയാണ് ഗുജേല സൽഗതി. അപ്പോൾ അതിനെപ്പറ്റി 10 മിനിറ്റ് നമുക്ക് ഒന്ന് വിസ്മരിക്കാം. ഇപ്പോൾ ഭഗവാന്റെ കൂട്ടുകാരനായ സുധാമാവിന് ഭയങ്കര ദാരിദ്ര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ആർക്കുണ്ടോ അവന് ദാരിദ്ര്യം വന്ന് ചേരുമെന്നാണ് പറയുന്നത്. ഭക്തി ഇപ്പോൾ ഒരു മനുഷ്യന് ഭക്തിയിലേക്ക് പോകണമെങ്കിൽ അവന് ഈ ശുദ്ധി മനസ്സിൽ വേണം. മനഃശുദ്ധിയാണ് പ്രധാനം. അപ്പോൾ ഭക്തിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഭക്തി നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ എന്തെല്ലാം പ്രയാസങ്ങൾ കാണും, എന്തെല്ലാം ദുരിതങ്ങൾ കാണും, എന്തെല്ലാം ടെൻഷൻ കാണും. അപ്പോൾ ആ മനുഷ്യൻ 10 മിനിറ്റ് തൊട്ടടുത്തൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറും. അതാണ് പ്രത്യേകത. ഇനി ഗുജേലഗതിയിലേക്ക് കിടക്കാം. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുജേലനും ശ്രീകൃഷ്ണനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാന്ദീപനി മഹർഷി ഒരിക്കൽ പറഞ്ഞു, അല്ലയോ സുധാമാവേ കൃഷ്ണ, നിങ്ങൾ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അന്നേരം ഇവർ രണ്ടുപേരും കാട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി അവൽ കൊടുത്തു വിട്ടായിരുന്നു സുധാമാവിൻ്റെ. അത് ഭഗവാന് കൊടുക്കാതെ സുധാമാവ് ഒറ്റയ്ക്ക് കഴിച്ചു. അപ്പോൾ സുധാമാവ് പഠിത്തത്തിന് ശേഷം വിവാഹം കഴിച്ചു. സുമംഗലാദേവി എന്ന് പറയുന്നത് ബ്രാഹ്മണ സ്ത്രീയെ. സുധാമാവും ബ്രാഹ്മണനാണ്. ബ്രാഹ്മണർക്ക് ഒരിക്കലും ആരെയും പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മം കൊണ്ട് ബ്രാഹ്മണനായവൻ കർമ്മം കൊണ്ടും ഈശ്വരീയം നടന്നവനായിരിക്കും. അപ്പോൾ സുധാമാവ് ഇങ്ങനെ ദാരിദ്ര്യപ്പെട്ടപ്പോൾ സുമംഗലാദേവി പറഞ്ഞു, അല്ലയോ സുധാമാവേ, അങ്ങൻ്റെ കൂട്ടുകാരനല്ലേ ദ്വാരകയിലെ കണ്ണൻ, ഒന്ന് പോയി കാണാൻ മേലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് പോകും വെറും കൈയോടുകൂടി? ഒരു 7 വീട്ടിൽ പോയി അവൽ ശേഖരിച്ചുകൊണ്ട് വന്നു. ഒരു മുഷിഞ്ഞ തുണിയിൽ കെട്ടിവെച്ച് കൊടുത്തുവിടുകയാണ്. അധിക ദൂരം നടന്ന് ദ്വാരകയിലെത്തിയപ്പോൾ ഭടന്മാർ കയറ്റിവിടുന്നില്ല സുധാമാവിനെ. അങ്ങനെ വന്നപ്പോൾ കൃഷ്ണൻ ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചു, കാലൊക്കെ കഴുകി വിശേഷങ്ങളൊക്കെ തിരക്കി. അന്നേരം സുധാമാവ് സംസാരമൊക്കെ കഴിഞ്ഞു. ഭാണ്ഡം പിടിച്ചു വലിച്ചെന്നാണ് പറയുന്നത്. ഭാണ്ഡം അവൽപ്പൊതി പിടിച്ചു വലിച്ചു. 1 പ്രാവശ്യം കഴിച്ചു, 2 പ്രാവശ്യം കഴിച്ചു. 3ാമത്തെ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോൾ രുക്മിണി ദേവി സാക്ഷാൽ മഹാലക്ഷ്മി കയ്യൊക്കെ അത് പിടിച്ചു, അതടഞ്ഞു. സുധാമാവിനൊന്നും ചോദിക്കാനും പറ്റില്ലെന്ന് സുധാമാവ് വിഷമിച്ച് പോയപ്പോൾ അധിക ദൂരം ചെന്നപ്പോൾ മാലികയും കൊട്ടാരവും ഭാര്യയും കണ്ടു. സന്തോഷത്തോട് സുധാമാവിൻ്റെ ചരിതം. ഇതിൻ്റെ ഗുണപാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് അറിഞ്ഞു തരും, നമ്മളൊന്നും ചോദിക്കേണ്ട. രാധേശ്യ.